ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ. ജനാധിപത്യം മാത്രമാണോ ഒരു രാജ്യത്തെ ശക്തമാക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും നിർണായകമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഒക്കെ കലാപകലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതേസമയം ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും വൈവിധ്യം പുലർത്തുന്ന നമ്മുടെ രാജ്യം സമാധാനത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൈനിക കരുത്തുകൊണ്ടുകൂടിയാണ് ഇത്. ഏത് നിമിഷവും അയൽ രാജ്യങ്ങളാൽ ആക്രമിക്കപ്പെടാവുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. എന്നാൽ ചൈനയടക്കമുള്ള അയൽ രാജ്യങ്ങൾ അതിന് മുതിരാത്തത് നമ്മുടെ സൈനിക ശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ സൈനിക ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ഓരോ സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒരിക്കൽ കൂടി വിളിച്ചോതി INS അരിഘട്ട് സേനയുടെ ഭാഗമായിരിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഘട്ട്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിൽ ആയിരിക്കും അരിഘട്ടിന്റെ പ്രവർത്തനം. ആണവ മിസൈലുകൾ ഉൾപ്പെടെ അന്തർവാഹിനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് അന്തർവാഹിനിയിൽ ഉള്ളത്. 113 മീറ്റർ നീളമുള്ള അന്തർവാഹിനിയുടെ ഭാരം 6000 ടൺ ആണ്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ ആയിരുന്നു INS അരിഘട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. അരിഘട്ടിന് പിന്നാലെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി അരിധമനും നിർമ്മാണ ഘട്ടത്തിൽ ആണ്. അടുത്ത വർഷം അന്തർവാഹിനി കമ്മീഷൻ ചെയ്യും. അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇതിനുള്ളിൽ ഉണ്ടാകും. സമുദ്രാന്തർഭാഗത്ത് 980 മുതൽ 1400 അടി വരെ ആഴത്തിലേക്ക് പോകാൻ ഈ അന്തർവാഹിനിക്ക് സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ഈ ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നത് എന്നതാണ് അഭിമാനകരം. തൊട്ടുപിന്നാലെ S4 എന്ന കോഡ് നാമമുള്ള നാലാമത്തെ SSBN-ഉം കമ്മീഷൻ ചെയ്യപ്പെടും. ഇതോടുകൂടി ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയുടെ ശക്തി പല മടങ്ങായി വർദ്ധിക്കും. ഇൻഡോ പസഫിക്കിന്റെ മധ്യഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്നതിനാൽ 2 SSBN-കൾക്ക് തന്ത്രപരമായ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. മേഖലയിൽ സാഹസ പ്രകടനത്തിന് മുതിരുന്ന എതിരാളികൾക്ക് തടയിടാൻ ഇതോടെ ഇന്ത്യക്ക് കഴിയും. അഗ്നി സീരീസ് പോലുള്ള കര അധിഷ്ഠിത ആണവ മിസൈലുകളും വ്യോമ വിക്ഷേപണ ആണവ ശേഷിയും ഇന്ത്യക്ക് നേരത്തെ തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഏറ്റവും ശക്തമായ ആയുധമായി ഇന്ത്യയുടെ ആണവ മുങ്ങിക്കപ്പലുകൾ മാറിയിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിക്കാത്ത വർത്തമാന കാലഘട്ടത്തിൽ സൈനിക കരുത്തിൻ്റെ ആവശ്യം എന്ത് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല കൂടുതൽ കരുത്താർജിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാനാകും, മറ്റാരെയും ആക്രമിക്കാനല്ല, ആരാലും ആക്രമിക്കപ്പെടാതിരിക്കാനാണ് നമ്മുടെ സൈന്യം ജാഗരൂകമായിരിക്കുന്നത്.